കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്തയായിരുന്നു കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടുള്ള ശ്രീ കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന ഈ ഒരു വാർത്ത കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് നവമാധ്യമങ്ങളിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു. വലിയ രീതിയിൽ ആ ഒരു വിഷയം ചർച്ചയായി വന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ വന്ന സമയത്ത് ശ്രീ കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവരുടെ ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കില്ല. ഇന്നലെ രാത്രിയോടുകൂടി ആ ഒരു പോസ്റ്റ് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതോടുകൂടി ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേതായി പുറത്തു വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള എ.കെ. ആന്റണിയുടെ മകനും കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് വിട്ട് ബി.ജെ.പി പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിനും കേരളത്തിൽ മതേതര ഐക്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സുകാരും വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്, വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലുമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് കോൺഗ്രസിന്റെ ഓരോ നീക്കങ്ങളും. പത്മജയുടെ ഈ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരുപക്ഷെ കെ മുരളീധരനെ തന്നെയായിരിക്കും. കാരണം സഹോദരി ബി.ജെ.പിയിലേക്ക് പോകുന്നു, സഹോദരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചൊരു പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസ് MP ആയി എത്ര കാലം നിലനിൽക്കും എന്ന കാര്യത്തിൽ പലർക്കും ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളെക്കുറിച്ച് ബി.ജെ.പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അടുത്ത് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി കോൺഗ്രസിന് വലിയൊരു തലവേദനയാണ്. വിമർശിക്കുന്നവരിൽ പലരും ബി.ജെ.പിയുമായി മുൻപ് ചർച്ച നടത്തിയവരാണെന്ന ഒരു പ്രതികരണം കൂടി സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോകും എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. അത്തരത്തിലുള്ളൊരു പ്രതികരണമായിരുന്നു ബി.ജെ.പി നേതാവായ ശോഭാ സുരേന്ദ്രന്റെയും. ആ പ്രതികരണം ഒന്ന് കാണാം. ശക്തമായ രീതിയിൽ മറുപടി പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാത്തതിന്റെ കാരണം കുറച്ചു നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അകത്തേക്ക് അദ്ദേഹം കൂടി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലാണ് ബി.ജെ.പിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഇത്തരത്തിൽ പത്മജയുടെ ബി.ജെ.പി പ്രവേശനത്തെ എല്ലാ രീതിയിലും മുതലെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയേവരും ഉറ്റുനോക്കുന്നത് പത്മജ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നാണ്. മത്സരിക്കുമെങ്കിൽ അത് ഏത് മണ്ഡലത്തിലാകും എന്നതും വളരെ നിർണായകമായിരിക്കും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴുള്ള പത്മജയുടെ രാഷ്ട്രീയ കൂറുമാറ്റം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 2 മണ്ഡലങ്ങളെയായിരിക്കും. ഒന്ന് തൃശ്ശൂരായിരിക്കും. കാരണം പത്മജയ്ക്കും കരുണാകരന്റെ കുടുംബത്തിനും വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. അതോടൊപ്പം തന്നെ വടകരയിലും കെ മുരളീധരനും വലിയൊരു തിരിച്ചടിക്ക് സാധ്യതയുണ്ട്.